ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടാർഗറ്റർ. അപ്പൊ നമ്മളെ ഒരു 3-4 മാസത്തിന് ശേഷം ഫ്രോഗ് കാസ്റ്റിംഗ് ഇറങ്ങണത്. മഴയ്ക്ക് പെയ്ത് അടിപൊളി അതിന് ഫ്രോഗ് സീസൺ ആയി. അപ്പൊ നമ്മൾ യൂസ് ചെയ്താണ് ബ്രാവോയുടെ മോൺസ്റ്റർ 8 സെന്റിമീറ്റർ, അതേപോലെ 9 to 10 ഗ്രാമിന്റെ കാസ്റ്റിംഗ് വെയിറ്റ് കിട്ടണത്. ഇതാണ് നമ്മുടെ ഫ്രോഗ് കിട്ടാ, ബ്രാവോയുടെ മോൺസ്റ്റർ. കിട്ടില്ല ഹുക്കപ്പ് ഉണ്ടാ. അതിൽ സ്പിന്നർ നോക്കിയേ, നല്ലൊരു വെറൈറ്റി സ്പിന്നറാണ് ബ്രാവോയുടെ സ്പിന്നേഴ്സാ. പിന്നെ ബ്രാവോയുടെ ഫ്രോഗ് മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണല്ലോ. ബ്രാവോയുടെ മോൺസ്റ്റർ വെച്ചിട്ടേ നമ്മ ഇന്ന് കിട്ടില്ല മോൺസ്റ്റേഴ്സിന് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രോഗ് എടുത്താണ് നമ്മുടെ കമോൺ ആംഗ്ലേസിൽ നിന്ന് സാധനം എടുത്താണ്. ഇത് നമ്മളൊരു 3-4 മാസം മുന്നേ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തപ്പം മുത്തുവേടൻ തന്നാണ് നമുക്ക്. നമ്മൾ അത് ഒന്ന് കൊണ്ടുവന്ന് എടുത്ത് വെച്ചേക്കായിരുന്നു, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ബ്രേക്കൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ സാധനം ഗ്രൗണ്ടിൽ ഇറക്കണത്. ഇതേ നമ്മുടെ ബ്രാവോയുടെ മോൺസ്റ്റർ ഇട്ടാ, ഓറഞ്ചും ബ്ലാക്കും കളർ. അപ്പോൾ സാധനം എടുത്താണ് നമ്മുടെ കമോൺ ആംഗ്ലേസിൽ നിന്ന് ബ്രാവോയുടെ മോൺസ്റ്റർ. അത് യൂസ് ചെയ്ത റോഡ് ദേ ബ്രാവോയുടെ സലമാൻഡർ 7 feet ബെയ്റ്റ് കാസ്റ്റ് റോഡ്, അതേപോലെ ഒക്കുമയുടെ സെറേനോ. യൂസ് ചെയ്താണ് ഓൾസോ ബ്രാവോയുടെ ബ്ലൂ റേ ബ്രേഡാണ് 28 mm. അപ്പം മൊത്തത്തിൽ ഇന്ന് ബ്രാവോ മയം ബ്രാവോ മോൺസ്റ്റർ. ഇതും അടിച്ച മോൺസ്റ്റർ കാണിച്ചിട്ടെ ചേറം പോലത്തെ സാധനങ്ങളുണ്ട്. ചേറ നിങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് നോക്കിയേ, അടിച്ച മീൻ നോക്കിയേ. എങ്ങനെയുണ്ട് നീന്തോന്ന് ചോദ്യം സമ്മതിക്കില്ലല്ലോ. ശീത്തിന് സാധനം റോഡിനൊപ്പം കാണിച്ചിട്ട് അതെ മോൺസ്റ്റർ അല്ല ഐറ്റം. ഇതേപോലത്തെ ഒരാളുണ്ട് ഒക്കെ അടിച്ചത് റോഡിലേക്ക് കാണിച്ചില്ല. റോഡിൽ നോക്കി ഇതിന് സാധനം. അപ്പൊ ഇങ്ങനെ സെറ്റല്ലേ അടിച്ചേക്കണത് നമ്മുടെ ബ്രാവോയുടെ മോൺസ്റ്റർ മേലേട്ടാ. തകർത്തുണ്ട് ഇവൻ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ സാധനം എടുക്കാനായിട്ട് കമോൺ ആംഗ്ലേസിനെ ഞാൻ ടാഗ് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവിടെ സാധനം കിട്ടുക. അപ്പോൾ ഓക്കെ, ബൈ.